സോ ഗെയ്സ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആടാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ആയിട്ട് MBCs ഒക്കെ വരുന്നുണ്ട് ഗെയ്സ്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ഗെയ്സ് വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ദയവായി എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊന്നും പോകാനില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചൂടെ ഗെയ്സ്. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ളൊരു MBC വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റിലൂടെ വരാൻ പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെയും പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും നിങ്ങളെല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് ഗെയ്സ് ഞാൻ കിടിലം പോലത്തെ ഒരു ബഗ് പറഞ്ഞുതരാം. കാരണം വേറൊരു യൂട്യൂബർ നിങ്ങൾക്ക് ഈ ഒരു ബഗ് പറഞ്ഞെന്ന് കാണത്തില്ല. ഒരു കിടിലം പോലത്തെ ബഗ്ഗാണ്. ജസ്റ്റ് നമുക്ക് ആ ബഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഗെയിമിൽ കയറുക. ഗെയിമിൽ കയറിയിട്ട് നേരെ വെളിയിലേക്ക് വരിക. എന്തായാലും ഗെയ്സ് വെളിയിൽ വെച്ചായിരിക്കും നമ്മൾ ഈ ഒരു ബഗ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മുടെ വീടിൻ്റെ അകത്ത് അത്രയും സ്പേസ് ഇല്ലാത്തത് കാരണം തന്നെ നമുക്ക് വെളിയിൽ വെച്ച് ജസ്റ്റ് അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സിമ്പിളാണ് ഗെയ്സ്. പക്ഷേ ഒരു കിടിലം പോലത്തെ ബഗ്ഗാണ്. നിങ്ങൾ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും കിടിലം ബഗ്ഗാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ആദ്യം നമുക്ക് ബുള്ളിനെ വിളിക്കണം. എന്തായാലും ബുള്ളിൻ്റെ ചീറ്റ് കോഡ് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നമ്മൾ നേരെ നമ്മുടെ RGS ടൂളിൽ പോവുക. RGS ടൂളിൽ പോയിട്ട് ബുള്ളൊന്ന് അടിച്ചാൽ മതി. ഞാൻ ആദ്യം കോൾ ഓപ്ഷനാണ് എടുത്തത്. അത് അറിയാതെ കൈകൊണ്ടതാണ് ഗെയ്സ്. എന്തായാലും ബുള്ളെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ ഡയൽ ചെയ്യുമ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഇവിടെ ബുള്ളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്നിട്ട് ഗെയ്സ് ഇത് സൈക്കിളും വിളിക്കണം. പക്ഷേ ബുള്ള് അങ്ങോട്ട് നിന്നു. അപ്പോഴത്തേക്കും നമുക്ക് നേരെയാണ് നിൽക്കേണ്ടത്. അതിൻ്റെ സൈഡിൽ പോയാലും ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നുകൂടെ വിളിച്ച് ചെയ്യുവാണ് ജസ്റ്റ് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടി. നിങ്ങൾ നേരെ നമ്മുടെ RGS ടൂളിൽ ബുള്ളൊന്ന് ഡയൽ ചെയ്തിട്ട് ടിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ബുള്ള് വരുന്നതായിരിക്കും. ഇനി അതിൻ്റെ സൈഡിലേക്ക് പോയിട്ട് കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ നിൽക്കണം ഗെയ്സ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം വേണം. നമ്മൾ സൈക്കിൾ വിളിക്കണം. 1111 നമ്മുടെ സൈക്കിളിൻ്റെ കോഡ്. എന്തായാലും സൈക്കിളിൻ്റെ കോഡ് അടിച്ച് സൈക്കിൾ വിളിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഇതിൻ്റെ സൈഡിലായിട്ട് സൈക്കിൾ കൂടെ വന്നിരിക്കും. എന്തായാലും ഗെയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ 1111 കാര്യങ്ങളൊക്കെ ഡയൽ ചെയ്ത് സൈക്കിൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് ഞാനാണെങ്കിൽ 11 ഡയൽ ചെയ്ത് 11 ഡയൽ ചെയ്യാതാലേ നമ്മുടെ ആ ഒരു സൈക്കിൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ്. ഞാൻ കുറേയധികം പാടുപെട്ടു. കാരണം ഞാൻ ഓർത്തു ഞാൻ 11 അടിച്ചത് എന്താ വരാത്തതെന്ന്. പിന്നാണ് മനസ്സിലായ ഗൈസ് ഓരോന്ന് കുറച്ചാണ് അടിച്ചത്. അത് കാരണം വന്നില്ല. എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ബുള്ളിനെയും ഇതിനെയും വിളിക്കാനായിട്ട് ശ്രമിക്കുക ഗൈസ്. ഞാനാണെങ്കിൽ വളരെയധികം ലെങ്ത് ആകുന്ന കാരണം ജസ്റ്റ് ഞാൻ ഷോർട്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്താൽ മതി. ഒരു ബുള്ളിനെ വിളിക്കുക, പിന്നെ ഒരു സൈക്കിൾ വിളിക്കാം. എന്തായാലും നമുക്കിത് 3 ബുള്ളിനെയാണ് ഞാൻ വിളിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും സെറ്റ് ചെയ്യണം ഗൈസ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ബുള്ളിനെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിളൂടെ വിളിക്കണം. അപ്പോൾ ഈ സൈക്കിൾ വിളിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് അതിൻ്റെ സൈഡിൽ തന്നെ വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ട്രിക്ക് വർക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഗീസ് ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഒരു ബുള്ളിനെ കൂടെ വിളിക്കണം. എന്നാലേ നമുക്ക് ട്രിക്ക് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എല്ലാവരും സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും കിട്ടില്ല പോലത്തെ ഒരു ബഗ്ഗാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വർക്കിംഗ് ആയ കൂട്ടുകാരുണ്ടെന്നും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും നമുക്കിവിടെ ഒരു സൈക്കിൾ കൂടി ഇടണമെങ്കിൽ എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്കാവുള്ളൂ. എന്തായാലും ഞാൻ കറക്റ്റ് ഏകദേശമൊക്കെ സൈഡിൽ ഒന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനാണെങ്കിൽ സൈക്കിൾ വിളിക്കാനായിട്ട് പോവാണ്. സൈക്കിൾ വിളിച്ചിട്ട് കറക്റ്റായിട്ട് നിൽക്കണം ഗീസ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബുള്ളിൻ്റെ മേത്തും അതുപോലെ തന്നെ സൈക്കിളിനും കൂടെ ഒരുമിച്ച് കയറുന്ന ബട്ടൺ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രിക്ക് വർക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഞാനാണെങ്കിൽ 11 അടിച്ചിട്ട് സൈക്കിൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 3 ഐറ്റംസാണ് നമ്മൾ 3 പെയറായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഒരെണ്ണം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ സൈക്കിൾ വെച്ചിട്ടില്ല. എന്തായാലും നമുക്കിതിൻ്റെ ഇടക്കോട്ട് കയറിയിട്ട് കറക്റ്റ് നിങ്ങൾ നമ്മുടെ ആ ഒരു ബുള്ളിൽ കയറുന്ന ഓപ്ഷനും അതുപോലെ തന്നെ സൈക്കിളിൻ്റെ ഓപ്ഷനും ഒരുമിച്ച് വരണം. എന്നിട്ട് നേരെ നമ്മുടെ സൈക്കിൾ റിവേഴ്സിലോട്ട് പോകണം. നമ്മുടെ മതിലിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവെക്കണം. എന്നാലും ഈ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ചെയ്യുക. പിന്നെ ഈ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ബുള്ള് അത്രയും വരത്തില്ല. അപ്പോഴത്തേക്കും നിങ്ങൾ ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബുള്ളിൻ്റെ അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് കൊടുക്കുമ്പം റിവേഴ്സ് വന്ന് മതിലിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇറങ്ങിയിട്ട് അടുത്ത ബുള്ളിനെ വിളിക്കണം. അടുത്ത ബുള്ളിനെ വിളിച്ച് അതേപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കണം ഗീസ്.
എന്തായാലും ഇതൊക്കെ ഓരോ സ്റ്റെപ്പാണ്. കാരണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിത് വർക്കാകത്തില്ല. അതാണ് ഞാൻ ഇതിൻ്റെ അത് കട്ട് ചെയ്യാതെ നിങ്ങളെ കാണിക്കുന്നത്. കാരണം കുറേ കൂട്ടുകാർ പറയും കട്ട് ചെയ്തിട്ട് കാണിച്ച ബ്രോ ഇത് ഫേക്ക് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് വർക്ക് ചെയ്താണ് ഞാനിത് ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് രണ്ടിലും ഒരുമിച്ച് കയറുക, എന്നിട്ട് നേരെ റിവേഴ്സ് പോവുക. റിവേഴ്സ് പോയിട്ട് റിവേഴ്സ് ചെന്ന് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മതിൽ ഇടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബുള്ളിൻ്റെ അങ്ങോട്ട് പോകും. എന്നിട്ട് ആ ബുള്ളിനെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആക്കാം. റിവേഴ്സ് ആക്കി മതിലേക്ക് കൊണ്ടുപോയി ഒട്ടിച്ചിടുക. എന്തായാലും ഇതാണ് ആ സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ 3 പേരാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വിളിക്കാം. നിങ്ങൾ വിളിക്കുന്ന അത്രയും തന്നെ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബഗ്. അതുപോലെ തന്നെ നല്ല രസവുമായിരിക്കും. എന്തായാലും നമുക്ക് ആ ബഗ്ഗിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു കാളവണ്ടി വിളിക്കണം. ഈ ഒരു കിടിലം പോലത്തെ ബഗ്ഗാണ്. ഇന്നുവരെ ഈ ഒരു യൂട്യൂബിൽ ആരും ചെയ്ത് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ബുള്ളിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബുള്ളിനെ വിളിക്കാം. നമ്മൾ മതിലിനോട് ഒട്ടിച്ചിടണം. പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് മാത്രമേ ഈ ഒരു ബഗ് ചെയ്യാവുള്ളൂ. കാരണം മതിലൊക്കെ വേണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്സ് ആയിട്ട് മതിൽ വിളിക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വിളിക്കാനായിട്ട് പറ്റും. എന്തായാലും ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബുള്ളിനെ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാളവണ്ടിയുടെ കോഡാണ്. അതെല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡയൽ ചെയ്യുന്ന കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 8011 നമ്മുടെ കാളവണ്ടിയുടെ കോഡ്. കാളവണ്ടി വിളിക്കുക, എന്നിട്ട് നേരെ അതിൻ്റെ അകത്തോട്ട് കയറുക. എന്തായാലും ഗൈസ് ഞാനാണെങ്കിലും നമ്മുടെ കാളവണ്ടി വിളിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ കാളവണ്ടി നേരെ ഫ്രണ്ടോട്ട് ഓടിക്കുമ്പം നമ്മുടെ ആ ഒരു ബുള്ളും അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ കൂടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സൈക്കിൾ ഓടുന്നുണ്ട്, അതുപോലെ തന്നെ അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും ഈ ഒരു ട്രിക്ക് എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എത്ര കൂട്ടുകാർക്ക് വർക്കിംഗ് ആയെന്നും താഴെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ കാരണം ലെങ്ത് ആക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടോപ്പിക്ക് എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ പ്ലഗിങ് ആപ്പിൻ്റെ അപ്ഡേറ്റിലൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ക്യാരക്ടർ വരാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെക്കാം. എന്തായാലും നമ്മുടെ പ്ലഗിങ് ആപ്പിലെ ക്യാരക്ടർ സെക്ഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കൺഫേം അല്ല. ജസ്റ്റ് ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം. നമ്മുടെ തോറും അതുപോലെ തന്നെ സൂപ്പർമാനെയൊക്കെ നമുക്ക് ഇതിൻ്റെ അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചിലപ്പോൾ ക്യാരക്ടറായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് സൂപ്പർമാനെ കൊണ്ടുവന്നേക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്നത് നമ്മുടെ തോറിനെ കുറിച്ചാണ്. തോറിൻ്റെ കുറച്ച് പിക്ക് എനിക്ക് ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സ്ക്രീനിലായിട്ട് നമ്മുടെ തോറിൻ്റെ കുറച്ച് പിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് വളരെയധികം ചാൻസ് ഉള്ളതാണ് നമ്മുടെ തോറ്. അതുപോലെ തന്നെ സൂപ്പർ ഹീറോസിനെയൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോറിൻ്റെ പവർ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നെന്ന് നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലീക്ക് മാത്രമാണ്. ചിലപ്പോൾ ഭാവിയിൽ നമ്മുടെ ഗെയിമിലേക്ക് വന്നേക്കാം. എന്തായാലും അന്ന് നിങ്ങൾ വരുമ്പോൾ എന്നെ ഓർക്കണം ഗീസ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ ലീക്ക് തരുന്നത്. കാരണം നമ്മുടെ ഗെയിമിലേക്ക് ഈ ഐറ്റംസ് ഒക്കെ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇനി തൊട്ട് ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് ഇനിയുമായിട്ടുള്ളൊരു MBC ആടാനായിട്ട് പോകുന്നുണ്ടെന്ന്. ജസ്റ്റ് ആ MBCയുടെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെക്കാം. എന്നാലും ഇങ്ങനെ ഒരു മോഡൽ MBC നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. തികച്ചും വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ഡെവലപ്പർ ചിന്തിച്ചിരിക്കുന്നത്. എന്തായാലും കിട്ടിലും പോലത്തെ ഒരു MBC ആണ്. നിങ്ങൾക്ക് ഈ ഒരു MBC ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കൂടി ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർ കുറേ പേര് കാണും. അവരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് അപ്ഡേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മുടെ ഗെയിമിലേക്ക് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ ആ പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റിലൂടെ വരാൻ പോകുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ അത് ഈ ഒരു അപ്ഡേറ്റ് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ജസ്റ്റ് എനിക്കൊരു ലീക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം. കാരണം കുറേ പേര് ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഗീസ്. എന്തായാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഗെയിമിലേക്ക് ചിലപ്പോൾ തോറും അതുപോലെ തന്നെ സൂപ്പർമാൻ ക്യാരക്ടേഴ്സൊക്കെ ആടാനായിട്ട് ചാൻസ് ഉണ്ട്. തോറിൻ്റെ പവർ ഉൾപ്പെടെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. പിന്നെ നമുക്ക് ഈ MBCയുടെ കൂടെ വെള്ളത്തിൽ നീന്താനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനും കൊണ്ടുവരുന്നുണ്ട്. സാധാരണ MBC ഒന്നും വെള്ളത്തിൽ ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ MBCs ആണെങ്കിൽ
വെള്ളത്തിൽ നമ്മുടെ കൂടെ നീന്തി നിൽക്കുന്ന ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ വെക്കാം. എന്നാലും ഗൈസ് ഇതിനൊരു ചാൻസ് വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നേക്കാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും ഗൈസ് ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാനായിട്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഈ MBCനെ വെള്ളത്തിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരുവാണെങ്കിൽ കിഡിലുമായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഓപ്ഷനുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് കുറേയധികം ഐറ്റംസ് ഇനി ആടാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ MBC വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവഞ്ചേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരുമെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മുടെ തോറ കാർഡാകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ അധികം കുറേ ലീക്കാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിനെയാണ് ഇഷ്ടമെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലേക്ക് ഏതെങ്കിലും സൂപ്പർ ഹീറോസ് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പറിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോയി മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ട് ആ പുള്ളിക്കാരനാണെങ്കിലും ആ കമൻറ്റിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആടാക്കുന്നതായിരിക്കും. എന്നാലും ഈ ഒരു ചെറിയ വീഡിയോ വരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.